mightiest power in the Praise. Hallelujah. വലിയ ശക്തിയേറിയായ വിശ്വാസിക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഒരു ഫെയ്ത്ത് ലൈനാണ്, ഫെയ്ത്താണ്. വിശ്വാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്, കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസത്തലത്രേ നടക്കുന്നത്. We walk by faith. ഇത് വിശ്വാസത്തിന്റെ കാര്യമാണ്. അപ്പൊ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഹൗ ക്യാൻ യു ഹാവ് ഫെയ്ത്ത്? പാസ്റ്റർ എങ്ങനെയാണ് ഈ ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഫെയ്ത്ത് വേണം, ഫെയ്ത്ത് വേണം, ഫെയ്ത്ത് വേണം. ഫെയ്ത്ത് കംസ് ബൈ റിപ്പീറ്റേഷൻ. യു ടേക്ക്, നീ ഒരു ദൈവവചനം എടുത്ത് 1000 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് വിൽ വർക്ക്. വചനം എടുത്ത് അതിന്മേൽ ധ്യാനിച്ച് ചെയ്യുകയാണ്, അതിന്മേൽ പവർ വ്യാപരിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഒക്കെ സിസ്റ്റം. അതാണ് നമ്മൾ എന്ത് ഫീഡ് ചെയ്യുന്നു അതിനെ തിരിച്ചിങ്ങോട്ട് വരും. പരാജയങ്ങളുടെ ഫീഡിംഗ് ആണ് നടക്കുന്നെങ്കിൽ ഒടുവിൽ പരാജയത്തിന്റെ പട്ടികയിൽ നിന്ന് നീ ചാടും. ദൈവത്തിന്റെ വചനം അതിനാണ് തന്നിരിക്കുന്നത്. ഞാൻ എണ്ണി നോക്കുക എത്ര ആയുധം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. The mightiest force is the Holy Spirit. Amen. Hallelujah. ക്രിസ്തുവിനെ ഉയർത്തിയ ശക്തി. 2, ദൂതന്മാരുടെ സഹായം. സേവകാത്മാക്കൾ നമുക്കായിട്ടുണ്ട്. നീ അറിയാതെ നിന്റെ പുറകെ ദൂതനുണ്ടെന്നറിയോ? ഓരോരുത്തർക്കും ദൈവം ദൂതനെ കൊടുത്തിട്ടുണ്ട്. നീ കയറുന്ന കാറിൽ, നീ പോകുന്ന വണ്ടി നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ബട്ട് യു ഹാവ് an angel. അതാ ഞാൻ നിനക്ക് മുമ്പായി ഒരു ദൂതനെ ചുമ്മാതെയല്ല പറഞ്ഞിരിക്കുന്നത്. Praise the Lord. നിനക്ക് മുമ്പായി ദൂതനെ അയക്കും. കണ്ട്. മൂന്നാമത്തത് ദൈവത്തിന്റെ വചനം. നാലാമത്തത് രക്തം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം, പ്രാർത്ഥന, വിശ്വാസം, ദർശനം, ഇങ്ങനെയുള്ള മൈറ്റി ഫോഴ്സാണ് നിനക്ക് തന്നിരിക്കുന്നത്. അൺലീഷ് ദാറ്റ് പവർ. അഴിച്ചുവിടുന്ന ശക്തിയെ നീ എന്ത് ചെയ്യണം? അഴിച്ചുവിടണം. എതിര് വന്നാൽ അതിനെതിരെ ഇത് അഴിച്ചുവിടണം. അതല്ല ഇതിനെങ്ങനെ ടെസ്റ്റ് അറിയുന്നത്? whether it will work. അപ്പൊ നീ അഴിച്ചുവിട്. ഒരു ടെസ്റ്റ് വരികയാണ്. ആ ടെസ്റ്റ് വരുമ്പോഴാണ് ഫെയ്ത്തിന്റെ ആവശ്യം വരുന്നത്, അല്ലേ? റിബേക്ക വെള്ളം കോരി കൊടുക്കുന്ന പെണ്ണായിരിക്കണം എന്ന് എലിയാസർ പ്രാർത്ഥിച്ചാ പോയെ. അപ്പൊ അവൾ ആ കുളത്തിലിറങ്ങി 10 ഒട്ടകം എന്ന് പറഞ്ഞാൽ 10 ആനയുടെ വലിപ്പമുണ്ട്. 10 ഒട്ടകം. അതിന് മുഴുവൻ വെള്ളം കോരി കൊടുത്ത് ഈ കൊച്ചു വേണ്ട. അവൻ കുളത്തിലിങ്ങനെ വട്ടത്തിൽ കീഴോട്ട് ഇറങ്ങണം. ഈ ചരട് വലിക്കുകയല്ല. ഒടുവില് ഒട്ടകം അവളെ ടെസ്റ്റ് ചെയ്യാൻ വന്നതാ, അല്ലേ? ആ ഒട്ടകമാണ് അവളെ ടെസ്റ്റ് ചെയ്തത്. ആ ടെസ്റ്റ് ചെയ്യാൻ വന്ന ഒട്ടകത്തിന്റെ മുകളിൽ അവൾ കയറി. പരാജയം നിനക്കെതിരെ വരുന്ന ഒട്ടകത്തിന്റെ മുകളിൽ നീ ഒടുവിൽ കയറും. അതൊരു ടെസ്റ്റാ. ഒട്ടകം നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വന്ന വെള്ളം കോരി കൊടുക്കുന്നത് ഇതായിരിക്കും എന്റെ ഭാര്യ. റൈറ്റ്. She did and she won. അപ്പൊ അവള് ജയിച്ചു. നിന്റെ ജീവിതത്തിൽ നേരെ ഒരു ചെറിയ കാര്യം വന്ന അവിടെ ഹൂന്ന് പറഞ്ഞ് കരയല്ല. Take it as a chance. It's an opportunity. This is the best time. Yeah, I'm sick. Okay, that's right. ആ സിക്കിനെ അതിജീവിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളത് വചനമുണ്ട്. I claim and declare. By his stripes I am healed. എന്ന് നീ പറ. വാ കൊണ്ട് പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. പിശാച് കേൾക്കണം, ദൈവം കേൾക്കണം, സഭ കേൾക്കണം, നീ കേൾക്കണം. നീ പറയുന്ന ഡിക്ലറേഷൻ 4 പേര് കേൾക്കണം. ദൈവം കേൾക്കണം, 2 സാത്താൻ കേൾക്കണം. പിശാചേ അതിനെതിരെ നീ പറയണം. അതാണ് വചനത്തിൽ കൂടെയുള്ള ശാസനം. അപ്പൊ ഇതെല്ലാം ചെയ്താൽ ജയിക്കും നമ്മള്. സോക്കേട് വരുത്തി നിന്നെ കിടത്തിയതല്ല, നിന്നെ ഒന്നുകൂടെ വിശ്വാസത്തിൽ എന്ത് ചെയ്യാനാണ്? ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാനാണ് നിനക്ക് ആ കാര്യങ്ങൾ വന്നത്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ നേരിട്ടതല്ല. That's the way God has a plan. Every stumbling block going to be a stepping stone. Praise. Hallelujah. Yes. Every stumbling block going to be a stepping stone. നിനക്ക് വരുന്ന തടസ്സത്തിന്റെ മോളെ നീ ചവിട്ടി കീറും. വിശ്വാസി തോക്കാൻ പാടില്ല. കർത്താവ് തോറ്റില്ലെങ്കിൽ നീ തോക്കുകയില്ല. നീ ഒറ്റയ്ക്ക് കർത്താവ് തോറ്റു. Praise God. വെളിപ്പാട് അപ്പോസ്തലപ്രവൃത്തി എടുത്താൽ 26-ാം അധ്യായത്തിൽ നിന്ന് പൗലോസിന്റെ ഒരു സാക്ഷ്യം 26-ന്റെ 16 മുതൽ വായിച്ചു. നീ എന്നെ കണ്ടതിനും
ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും. പൗലോസ് അപ്പോസ്തലനും അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ പറഞ്ഞ സാക്ഷ്യമാണിത്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന ഒരു പ്രകാശത്തിന് മുമ്പിൽ രാജാവെ ഞാൻ വീണുപോയി. നീ മുള്ളുകളോട് ഉതയ്ക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. നീ ഉപദ്രവിക്കുന്ന നസ്രേനായ യേശുവാണ് ഞാൻ. അത് തന്നെയുമല്ല, എഴുന്നേറ്റ് നിവർന്നല്ല, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ഞാൻ പ്രത്യക്ഷനായതിനൊരു കാരണമുണ്ട്. ഐ വോണ്ട് ടു അപ്പോയിന്റ് യു ആസ് എ അംബാസിഡർ ആൻഡ് എ ചീഫ് ആർക്കിടെക്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നാ പറഞ്ഞത്. നിന്നെ ഞാൻ വിളിച്ചതിന്റെ കാരണം അതാണെന്ന്. കർത്താവിന്റെ പേഴ്സണൽ മിനിസ്ട്രിയിൽ വന്നയാളാണ് പോൾ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് ഞാൻ അപ്പോസ്തലന്മാരിൽ നിന്നും വാങ്ങിയതല്ല, സഹോദരന്മാരിൽ നിന്നല്ല, സുനദോസനെ ചില കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചത്. അത് നിങ്ങൾ കേൾപ്പിച്ചതെന്ന് പറയേണ്ട കാരണം അതാണ്. അപ്പോൾ പറഞ്ഞാട്ട് വായിച്ചാട്ടെ. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും. രക്ഷിച്ചോ? പൗലോസിനോട് പറഞ്ഞു ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ നിന്നൊക്കെ രക്ഷിക്കും. രക്ഷിച്ചോ? ഇല്ല. അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? പൗലോസിനോട് കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന്. പിന്നെ എങ്ങനെ പൗലോസ് മരിച്ചത്? ഇങ്ങനെയൊക്കെ നീറോ ചക്രവർത്തിയുടെ വാളിലല്ലേ പൗലോസ് കൊല്ലപ്പെട്ടത്. അതിന്റെ കാരണം പൗലോസ് തന്നെ പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞിട്ടല്ല, കർത്താവിന് വേണ്ടി അടിയും ഇടിയും കട്ടവും സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പൗലോസ് വേണ്ട, എന്റെ എനിക്ക് വേണം, അതാ പറ്റിയത്. പൗലോസ് പറഞ്ഞു ഐ എം വില്ലിംഗ് ടു ഡൈ ഫോർ യു. നോ പോൾ, യു സ്റ്റോപ്പ്, ഐ വിൽ ഡെലിവർ യു. നോ നോ നോ, ഐ വാണ്ട് ടു ഡൈ ഫോർ യു. പൗലോസ് ആവശ്യപ്പെട്ടോണ്ട് ദൈവം സമ്മതിച്ചതാ. അത് ദൈവം വാഗ്ദത്തം ചെയ്തതിനെ സമ്മതിക്കാതിരിക്കുമോ? ജാതികളുടെ ഇടയിൽ നിന്നെ വിടുവിക്കും. വായിച്ചു. അവർക്ക് പാപമോചനവും. ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനായതിന്റെ കാരണം അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിനും അവരുടെ കണ്ണ് തുറപ്പാനും. അവരുടെ കണ്ണ് തുറക്കാനും. അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. മതി മതി. പൗലോസിന്റെ സ്വർഗീയ ദർശനത്തിൽ എല്ലാമൊക്കെ ഉണ്ട്. ഇതാ സുവിശേഷം. പൗലോസിന് കൊടുത്ത സുവിശേഷം നിനക്ക് തന്നിരിക്കുന്നത്. അവരുടെ കണ്ണ് തുറക്കാൻ നിന്നെ വെച്ചിരിക്കുക. I have a vision. എനിക്കൊരു ദർശനമുണ്ട്. സ്വർഗീയ അഗ്രിപ്പ രാജാവേ, എനിക്കൊരു ദർശനമുണ്ട്. ആ ദർശനം ഇതാണ്. അവരുടെ കണ്ണ് തുറപ്പാൻ എന്നെ വെച്ചിരിക്കുന്നു. എന്നെ എന്തിനാ വെച്ചിരിക്കുന്നത്? അതാണ് മിനിസ്ട്രി, അതാണ് ഗോസ്പൽ. What is actually gospel? That is, this is the gospel. Because to open the eye of the Gentiles. അവരുടെ കണ്ണ് തുറപ്പാൻ. പിന്നെ അടുത്തത് രണ്ടാമത്തേത്, അവർ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക്. ഇതിനാ ഞാൻ നിന്നെ വെച്ചിരിക്കുന്നു. നിന്നെ രക്ഷിച്ചതിന്റെ കാരണം ഇതാണ്. പൗലൂസിനെ രക്ഷിച്ച് അതേ ഐഡിയ തന്നെ നിന്നെ രക്ഷിച്ചത്. അതാ ഐഡിയ നിനക്ക് വെച്ചിരിക്കുന്നത്. ഒന്നാം, മറ്റുള്ളവരുടെ കണ്ണ് തുറക്കണം. രണ്ട്, അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ സാത്താന്റെ അധികാരത്തിൽ കിടക്കുന്നവനെ കയറി പിടിക്കണമെങ്കിൽ യുദ്ധം ചെയ്യണം. സ്പിരിച്വൽ വാർഫെയർ, യുദ്ധം. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ സാത്താന്റെ ബന്ധനത്തിൽ കിടക്കുന്ന അവന്റെ സൈന്യമായ യാക്കോബായ സഭയുടെ മാമോദീസായിൽ പറയുന്നത് ഇങ്ങനെയാണ്. തോമസായ ഞാൻ സാത്താനെയും അവന്റെ സൈന്യത്തെ ഉപേക്ഷിച്ച് മശിഹായിൽ ചേരുന്നെന്നാണ് ആ മാമോദീസ സമയത്ത് അച്ഛൻ പറയുന്നത്.
മാമോദീസായുടെ എങ്ങനെയാ അവർ ചെയ്യുന്നുള്ളതോ അതൊന്നും അല്ല വിഷയം. തോമസ് എന്ന് പറയുന്ന ആള് പറയേണ്ട കാര്യം കൊച്ചിന് പകരം വലിയപ്പം വേറെ ആൾ പറയുന്നു. തോമസായി ഞാൻ സാത്താനെയും അവന്റെ സൈന്യത്തെ ഉപേക്ഷിച്ച് മശിഹായിൽ എപ്പം മാമോദീസായി. അപ്പൊ ഈ കൊച്ചാരുടെ വകയാ? സാത്താന്റെ വകയെന്നല്ലേ പള്ളി പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞാണോ തെറ്റ്? ജഡത്താൽ ജനിച്ചത് ജഡമാണ്. ഈ കൊച്ചിന് അല്ലെ 2 മാസമായുള്ളൂ, അതിപ്പോ സാത്താന്റെ വകയാണ്. എന്നാൽ ഏച്ചു പറച്ചിലും മാമോദീസായാലും സഭയുടെ അംഗമാകുന്നു. അതല്ലേ നമ്മൾ പറയുന്നത്? നമ്മൾ പറയുന്നതല്ലേ? അപ്പോൾ സാത്താന്റെ അധീനതയിൽ കിടക്കുന്നവനെ പിടിച്ചെടുക്കാൻ നീ അങ്ങോട്ട് ഇരുന്ന് പരസിച്ചാ പോരാ. പരസിച്ചാന്നും പുള്ളി പോരുക. ഭായിക്ക് ശക്തി കൂട്ടിയോണ്ട് കൊല്ലും. ചിലരുടെ ധാരണ ഭായിക്ക് ശക്തി കൂട്ടിയാ വരുമെന്ന്. അതൊന്നും വരികയില്ല. സാത്താനോട് എതിർക്കണമെങ്കിൽ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ വാളും വടി അപ്പത്തിൽ വാറ്റിയെന്ന് സാത്താനെ കൊണ്ടിറക്കാണ് പോകും. തലമുടിക്ക് പിടിച്ചാവല്ലോ സാത്താൻ ഇറങ്ങും. അവനാരാ പുള്ളി? അവൻ നമ്മുടെ ഇവിടെ വന്ന് ഡീസന്റ് ആയിട്ടിരിക്കുന്ന പുള്ളിയാണ്. നമ്മുടെ ധാരണ കൊമ്പും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു നല്ല നല്ല ടൈമൊക്കെ കെട്ടി ഡീസന്റ് ആയിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കും. അവ ഒരു കുഴപ്പമില്ല. അവന് പുള്ളിയാ. അവന്റെ അധീനതയിൽ കിടക്കുന്നവരെ എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസ് പറഞ്ഞ ചുരുക്കം, ഐ ഹാവ് എ വിഷൻ. വാട്ട് അബൌട്ട് യു? നിനക്കൊരു വിഷൻ ഉണ്ടോ? എന്തിനാണ് ഞാൻ പെന്തക്കോസ്തിലായത്? പണ്ടെനിക്കൊരു സഹോദരിമാരുടെ ക്യാമ്പില്, ഞങ്ങളുടെ അവിടെ സഹോദരിമാർക്ക് ക്യാമ്പ് വെച്ചപ്പോൾ എങ്ങാണ്ട് വീട്ടിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ മാല ഊരിയതെന്ന് ചോദിച്ചു. അത് ഞാൻ ഉപദേശിയോട് ചോദിക്കാൻ പറഞ്ഞു. ഇവിടെ ഞങ്ങളോട് ചോദിച്ചാൽ ഉപദേശിക്കറിയാം. നിന്റെ ഉപദേശം ഉപദേശിക്കാൻ അറിയാവുള്ളൂ. അങ്ങനെയാണോ വന്നിരിക്കുന്നത്? എന്തിനാ മാല ഊരിയത്? എന്തിനാ മാല ഊരിയത്? അത് പറയാൻ അറിയാൻ പറ്റില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക ഇതൊക്കെ പറയും. നമ്മുടെ സഹോദരിമാരോട് ചോദിക്കട്ടെ. ഇതുകൊണ്ട് ഇപ്പൊ ക്യാമ്പ് നടത്തി. കാരണം എവിടെ ചെന്നാലും എടുത്തിട്ട് മണിക്ക് വരും. സമുദായക്കാരെടുത്തിട്ട് കളക്കും. പക്ഷെ പറയാൻ അറിയാൻ പറ്റില്ല. എന്തിനാടാ മാല ഊരിയത്? ആശ്രയ അത് ഇപ്പം എല്ലായിടത്തും മാലയൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ആവശ്യമല്ല പറഞ്ഞു മാല ഇടുന്ന ഇട്ടു. പക്ഷേ ധൈര്യമായി നിനക്ക് പറയാമോ, ഇത് ഒരു സാക്ഷ്യത്തിന് ഞങ്ങൾ ചെയ്തു. We stand for Jesus Christ. We need a separation. We don't want this. Surely we stand for Christ. അങ്ങനെ പബ്ലിക്കായി കൺഫസ് ചെയ്തവരുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ചത്. ആവണം നല്ല വിഷയം. അടിയും ഇടിയും നിന്നകളും പ്രയാസങ്ങളും ഏറ്റത് ആ വിഷയനാണ്. മനസ്സിലായോ? എന്താണെന്ന് നീ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി? സാത്താന്റെ അധീനത നിനക്കായി അയൽവക്കത്തോടെ പോകുമ്പോൾ നിനക്കൊരു ഭാരമുണ്ടോ? 2-3 സഭകളോടുകൂടെ ഞാൻ വടക്കൻ തിരുവിതാംകൂറിൽ കഴിഞ്ഞ 25 കൊല്ലത്തിനകത്ത് 110-ൽ പരം സഭകൾ നട്ടു. എന്റെ കഴിവല്ല, ഒരു ദർശനമാണ്. എനിക്കൊരു ദർശനം ഉണ്ടായ വിഷയം. ബാവായുടെ കവർ മുതൽ മെത്രാന്റെ കവർ വരെ ഉള്ള സ്ഥലത്ത് എല്ലാം കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഓടി വെച്ചു. വിഷയം അത് സാധിക്കും, നടക്കും. ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ദർശനങ്ങൾ എന്തൊക്കെയാണ്? നീ എന്തോ കാണുന്നത്? നീ എന്തിനാ ഇവിടെ? ഒരു പള്ളിക്ക് പകരം പള്ളി എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ we are soldiers. We have to capture. നിന്റെ ജീവിതത്തിൽ 2 പേരെ കൊണ്ടുവരാൻ കർത്താവായ യേശു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഫലമാണ്. ഫലം നട്ടവൻ ഫലം ചോദിക്കും. അതോർത്തോണം. നട്ടവൻ ഫലം ചോദിക്കും. ഒരു ഫലവും ഇല്ല. ഏല മാത്രം ഉണ്ട്. വെട്ടിക്കളഞ്ഞേക്കാൻ പറ്റും. അലച്ചൂടെ നിൽക്കട്ടെ. ഫലം തടിക്ക് കൊള്ളാം, ഉടമസ്ഥന് കൊള്ളുകയില്ല. ഫലം വേണം. God will ask you. നീ 40 കൊല്ലം 50 കൊല്ലം പെന്തിക്കോസ്ത് വിശ്വാസത്തിൽ വന്നിട്ട് ഒരു പൂഞ്ഞാനെ ഈ സഭയിൽ കൊണ്ടുവന്നുണ്ടോ? കൈ വീശി വന്നതല്ലാതെ. ഇവിടുത്തെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. നാട്ടിലല്ല എപ്പോഴും ചോദിക്കുന്നത്. എന്റെ സെന്ററിൽ ഒരു വേലക്കാരനോ ഒരു വേല ഞാൻ എപ്പോഴും ഇത് പറയും. എനിക്ക് കണക്കറിയണം. കഴിഞ്ഞ വർഷം നീ ഇവിടെ ശുശ്രൂഷിച്ച് ഒരുത്തരെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഡിസ്ട്രിക്ട് കൺവെൻഷന് 3 ലക്ഷം രൂപ, ഫുഡിന് 1 ലക്ഷം രൂപ, വന്നവർക്കെല്ലാം കൊടുത്ത് 1/2 ലക്ഷം രൂപ. രക്ഷിക്കപ്പെട്ടതോ 0.
ഒറ്റമൂലിയില്ല. സഭകളെല്ലാം ഇന്ന് വളരെ ആക്റ്റീവല്ല. ആളുകൾ ആക്റ്റീവല്ല. ജനത്തെ പിടിച്ചെടുക്കാനായിട്ടൊരു വ്യക്തിഗത ഇന്ന് ഈ മോഡേൺ തലമുറയ്ക്ക് കാണുന്നില്ല. ചെലവിട്ടു പോകാനും എന്തുമായി പോകാനൊരു മനസ്സില്ല. വരുന്ന ആഴ്ചയിൽ ആളുടെ വീട്ടിൽ സ്വതന്ത്ര പ്രാർത്ഥന വെക്കേണ്ടത് 1 തരം 2 തരം 3 തരം അറിയില്ല. എന്റെ പാസ്റ്ററെ വലിയ പ്രയാസമാണ്. കാപ്പി കൊടുക്കണം, വലിയ പ്രയാസമായി. ഈ ശോഭ മാറ്റണം, അത് മാറ്റണം, ഇത്. അപ്പൊ നിനക്കിപ്പോ ശോഭ കിട്ടിയതാ കുഴപ്പം. നിനക്കിപ്പോ വന്നിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തടസ്സം നിനക്ക് ശോഭ കിട്ടിയതാ. നിനക്കൊരു കെട്ടിടം കിട്ടിയതാ ഇന്നത്തെ കുഴപ്പം, അല്ലേ? അതല്ലേ നിനക്ക് വന്ന രാജാവിന്റെ പുത്രന്റെ കല്യാണ സദ്യക്ക് വിളിച്ചോ കാളെ മേടിച്ചതല്ലേ അന്ന് വന്ന പ്രശ്നം. അപ്പൊ നിനക്ക് കാളയുണ്ടായതും നിനക്ക് അമേരിക്കയിൽ വന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യത്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ട് നിനക്ക് വീട്ടിൽ പ്രാർത്ഥന വെക്കാൻ സമയമില്ലേ? ദൈവം അതിന് വഴിയൊരുക്കും. ദൈവം അതിന് വഴിയൊരുക്കും. നിശ്ചയം. I hate it. That is devilish. That is devilish and selfish. Oh, we are living in America, Pastor. You don't know what is the condition here. I know the condition. This is the condition. You are a backslider. നീ പിന്മാറ്റക്കാരനാണ്. അല്ലെങ്കിൽ നിനക്ക് ആഴ്ചയിൽ ഒരു സഹോദരനെ കാണാൻ നമുക്കൊന്നൊരു ചെറിയ പ്രാർത്ഥന വെക്കാം. 3 പേര് കൂടിയാൽ മതി. Nobody don't want. ഒരു ദർശനം നിനക്കുണ്ടോ? ഞാൻ ചോദിക്കുന്ന എപ്പോഴും നമുക്കൊരു ദർശനം ആ സഭയിൽ. നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റി വേണമെന്ന് എന്നോട് പറ, ഞാൻ വരാം. ഇവിടെ 2 വർഷം കൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ ഇവിടെ കൊണ്ടുവരും. എന്റെ മാജിക്കെന്ന് പറയാവോ? മാജിക്ക് ആളെ വരാത്ത തന്നെ. സിൻസിയറായി ചോദിച്ചാൽ നിങ്ങൾ എത്ര പേരെ ജിജി ഇന്നലെ പറഞ്ഞ പോലെ അയൽക്കാരുടെ എനിക്ക് പോകാറില്ല പാത്രം മേടിക്കാൻ. അയൽക്കാരുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് എലീശ പറഞ്ഞത് നീ അയൽക്കാരുടെ അടുക്കി ചെന്ന് പാത്രം മേടിച്ചോണ്ട് വരാം. അവിടെ അല്ലേ ഇവനെ അടുക്കിയ കയറിയ അയൽക്കാരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. നീ വാ, അത് ഞാൻ നിനക്ക് എണ്ണയുണ്ട്, പക്ഷെ പകരാനായിട്ട് എന്തില്ല? പാത്രമില്ല. അയൽക്കാരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഓ ആരാധന ഞായറാഴ്ച വന്ന തകർപ്പ്, കുറെ പേര് ഇവിടെ കിടന്ന് ചാടുന്നു, അവിടെ ചാടുന്നു. പിന്നെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച ഇവനെ കാണുന്ന വേറെ എങ്ങനെയുക. ആരാധ്യന്മാരെ കൊണ്ട് സഭകൾ നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവവേല നടക്കുകയില്ല. ദർശനമുള്ള ആൾക്കാർ ഒരു ഒറ്റയാൾ മതി. മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ പ്രസംഗത്തിന് 5 ലക്ഷം പേരാണ് ന്യൂയോർക്കിൽ കൂടിയത്. ഐ ഹാവ് എ ഡ്രീം. എനിക്കൊരു ദർശനമുണ്ട്. ഈ നാട്ടിലെ കറുത്ത വർഗ്ഗക്കാരനും വെളുത്ത വർഗ്ഗക്കാരനും ഒരുമിച്ച് കൈകോർത്ത് നടക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. ഐ ഹാവ് എ ഡ്രീം. 5 മിനിറ്റ് പ്രസംഗിച്ചുള്ളൂ. ലോകത്തിൽ ഇന്ന് ഇളക്കുന്ന പ്രസംഗമാണ് മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ പ്രസംഗം. ഇന്ന് ലോകത്തെ ഇളക്കുന്ന പ്രസംഗമാണ്. 5 മിനിറ്റ് പ്രസംഗിച്ചു. നിനക്കൊരു ദർശനമുണ്ടോ? പള്ളിക്കാരെയൊക്കെ വിട്ട് അവരെ പുച്ഛിച്ച് വെച്ച് അവരുടെ കുപ്പായത്തെ പുച്ഛിച്ചു, അവരുടെ കുർബാനയെ പുച്ഛിച്ചു, അവരുടെ കർമ്മങ്ങളെ നീ പുച്ഛിച്ചു, അവരുടെ പൗരോഹിത്യത്തെ നീ പുച്ഛിച്ചു. നീ എന്തിനിവിടെ വന്നു? ഞാൻ യാക്കോബ് വളർന്നതാണ്. എനിക്ക് യാക്കോബ് സഭയുടെ പിണക്കമൊന്നുമില്ല. ഇന്നും അവരുടെ ഗീതങ്ങൾ എനിക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ അതിനെതിരായി ഞാൻ ആദ്യ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ പൗരോഹിത്യ എഴുതിയത് 45 കൊല്ലം മുമ്പ്. പുരോഹിതന്മാരുടെ ശുശ്രൂഷ തെറ്റാണ്. കന്യാമറിയാമൻ കത്തോലിക്ക സഭയിൽ മറിയാരാധനയെ കുറിച്ച് തെറ്റായി 45 കൊല്ലം മുമ്പ് എഴുതി. ഒരുപാട് പുസ്തകങ്ങൾ പോയി. പിന്നെ ഞാൻ തന്നെ മടുത്തു. കാരണം ഈ മനുഷ്യൻ വായിക്കുന്നില്ല. എന്തിനാ പള്ളി വിട്ടത്? ഈ കർമ്മങ്ങൾ വിട്ടത്? 2000 കൊല്ലം നിന്നെ ക്രിസ്ത്യ വിശ്വാസത്തിൽ നിർത്തിയ സഭകളെ വിറ്റേച്ച് തോന്നിയാസം വേറെ സഭകളുമായിട്ട് പാസ്റ്റർമാരുമായിട്ട് നീ പോയി. ഞങ്ങളുടെ കുപ്പായത്തെ നിങ്ങൾ നിഷേധിച്ചു. ഇതിന് നീ സമാധാനം പറയണം. ഞങ്ങൾ ചുമ്മാ പോകുന്നു. ചുമ്മാ പോകുന്നതാണോ? I have a vision. So let us have a vision. A missionary church is a missionary church. 4 പേരുണ്ടെന്ന പോലെ തീ ആയിരുന്നാൽ മതി. 4 എണ്ണം. 4 പേര് ചൂടുള്ളവർ മതി. മനസ്സിലായോ? 18 കിലോമീറ്റർ നടന്ന് ഞങ്ങൾ പരിശോധന നടത്തിയിട്ടുണ്ട് കോട്ടയത്ത്. എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ കോട്ടയത്തോടെ പോകുമ്പോൾ ആ കവിത നിന്ന് കൈചൂട്ടി പ്രസംഗിക്കുന്നത് ഞാൻ ഓർക്കുന്നു. കർത്താവിന് സ്തോത്രം. അഭിമാനമുണ്ട്.
ഒന്നുകിൽ നീ ഇറങ്ങിയ വിശ്വാസം ശരിയാണെങ്കിൽ അത് പ്രചരിപ്പിക്കും. If your religion is true, you are bound to propagate. If it is not true, you are quitting. നീ എന്റെ വിശ്വാസം ശരിയല്ല, ഞാൻ വിട്ടേച്ചറിഞ്ഞു. നീ മനുഷ്യരെ കളിപ്പിക്കാതെ അല്ലേ? കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ പൗലോസിന് എന്തുണ്ടായിരുന്നു? ഒരു ദർശനം ഉണ്ടായിരുന്നു. Let us be, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ദർശനം. എവിടെ പോയാലും ഇവിടെ ഒരു സഭ, പാസ്റ്റർ പി എം ഫിലിപ്പ് ഞാനും ഞങ്ങൾ പരിശോധന പോകും. ബ്രദറെ, ഇവിടെ ഒരു സഭ നമുക്കില്ലല്ലോ. പരിശോധന നടത്താൻ നിൽക്കുന്ന കവലെ പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു സഭയില്ലല്ലോ. എന്നിട്ട് കുടയുടെ കാല് കൊണ്ട് ഒരു വട്ടമൊക്കെ വരച്ച് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഓർക്കും. എല്ലാ സ്ഥലങ്ങളിലെല്ലാം സഭ, എല്ലാ സ്ഥലങ്ങളിലെല്ലാം സഭ. നിനക്കൊരു ഭാരമില്ലല്ലോ. നിനക്കതിലെ കടന്നു പോയിട്ട് ഒരു ഭാരമില്ലല്ലോ. ആ കുടിയന്മാരെ കണ്ടിട്ട് ഒരു ഭാരമില്ലല്ലോ. ഓക്കെ, അപ്പൊ ദർശനമുള്ള സഭ, ഇരുട്ടിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ വ്യഗ്രത. At any cost, എന്ത് വില കൊടുത്ത് ജനങ്ങളെ നേടാനുള്ള ആ വ്യഗ്രത. നിന്റെ വണ്ടി ഉപയോഗിക്കണോ? വാ, വിട്. കാർ ഉപയോഗിക്കണോ? വേണ്ട. നിന്റെ പേഴ്സ്. കഴിഞ്ഞ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു 1,00,000 രൂപ ഇന്ന് സ്വോത്രകാഴ്ച വേണമെന്ന് ഞാൻ പറഞ്ഞു. 1000 രൂപയുടെ നോട്ടിയുടെ റിസർവ് ബാങ്ക് അടിച്ചിരിക്കുന്ന സ്വോത്രകാഴ്ചയെ കൂടി ഇടാൻ നമുക്ക് നിങ്ങൾക്കറിയാവോ? എന്ന് മാത്രം 1000 രൂപയുടെ നോട്ടുകൾ ആളുകൾ കഴിവുള്ളവരാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ സഭകളിൽ അവിടെ സെന്ററിലുള്ളവരൊന്നും സാമ്പത്തികമായി പുറകോട്ടൊന്നുമല്ല. എടാ, നിന്റെ പോക്കറ്റിൽ 1000 രൂപ ഇരിക്കുന്നത് എടുത്തിട. നിന്റെ സംഗതിയെ ദൈവം അനുഗ്രഹിക്കുന്നു. 1,00,000 ഒന്നും അല്ല, അതിന് കൂടുതൽ കിട്ടും. കൊടുത്തു, ജനങ്ങൾ വാരി കൊടുത്തു. ഞാൻ പറഞ്ഞ 1000 രൂപയുടെ നോട്ട് എടുത്തിടാൻ പറഞ്ഞു. നമ്മൾ ചോദിക്കുക വണ്ണാണ് തപ്പുന്നതല്ല. കൊടുക്കാൻ നിനക്ക് മനസ്സില്ല. 100 കൊടുത്താൽ ഹാർവെസ്റ്റ് ആണ്. ഇത് ഹാർവെസ്റ്റ്, കൊടുക്കുന്ന ഹാർവെസ്റ്റ് അറിയാം. ഹാർവെസ്റ്റിന് 2 പ്രിൻസിപ്പിളാണ്. ഒന്ന് വിതയ്ക്കണം, അല്ലേ? വിതയ്ക്കാതെ ഹാർവെസ്റ്റ് ഉണ്ടോ? പിന്നെ അത് കൊയ്യുന്നത് രണ്ടാമത്. കൊയ്യാൻ പോണേ വിതയ്ക്കണം. കയ്യിരിക്കുന്നവല്ലോ കൊടുത്തേച്ചേ കൊയ്യാൻ പോകാവുള്ളൂ. നീ ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ, അതാ കൊയ്യാത്ത. ഹാർവെസ്റ്റ് ഇല്ല. റൈറ്റ്, വിഷൻ. രണ്ടാമത്തേത് വായിച്ച് വേഗം വായിക്കാം. 4:24, പ്രവൃത്തി 4:24 വായിച്ചേ. നമുക്ക് എന്തുണ്ടായിരിക്കണം? അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത് മതി. പ്രാർത്ഥിക്കുന്ന സഭ, പ്രാർത്ഥിക്കുന്ന സഭ. നമ്മളൊരു ടൈം ദൈവത്തിന് നിശ്ചയിച്ചിരിക്കുക. ഞങ്ങൾ വന്നേക്കാം, സൗകര്യമുണ്ട്, കർത്താവ് ഇതിനെ ഇറങ്ങണമെന്നല്ലേ? പ്രാർത്ഥിക്കുന്ന സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. അതായിരുന്നു അവരുടെ സ്ട്രെങ്ത്. അവർക്ക് വെപ്പൺസ് ഇല്ല, മിലിറ്ററി ഇല്ല, അവർക്ക് ബാറ്റിൽഷിപ്പ് ഇല്ല. They had a prayer. അവർ ഒരുമനപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദേശം ഇളകി. 3-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം സഹിച്ച ജനം വലിയതായി. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. യാക്കോബ സഭയിലെ സാധാരണ പാടും, ലോകം ദാത സഹോദരർ ജാതിയതും തറവാടും ആഴയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാകാലം സ്മരണം ചെയ്വതു നന്നേറ്റം. കഷ്ടപ്പെട്ടവരെ കുറിച്ച് സഭ പാടുക, മരിച്ചവരെ കുറിച്ച് പാടുകയാണ്. ലോകം താത സഹോദരർ ജാതി തറവാട് മുഴുവൻ എതിരായിപ്പോഴും കർത്താവിന് വേണ്ടി നിന്നു. അവരെ നമ്മൾ ഓർക്കണം എന്ന് പറയുന്നതാണ്. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഭയെ നമ്മൾ കാണാവും. പ്രാർത്ഥിക്കുന്നിടത്ത് തീ പോലെയാ. തീ മേലോട്ട് കയറിയ കാറ്റ് ഇങ്ങോട്ട് അടിക്കും. കൂടുതൽ തീ പോകുന്നിടത്ത് ഉടനെ കാറ്റ് ഇങ്ങോട്ട് അടിക്കും. പ്രാർത്ഥനയുടെ വലയം കൂട്ട്, പ്രാർത്ഥനയുടെ ശക്തി കൂട്ട്, സഭയുടെ മൗനത മാറും, പിന്മാറ്റക്കാരനൊക്കെ നേരെ വരും. പ്രാർത്ഥിക്കുന്നവരില്ല. പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ ഔസ് കണക്കാം. ഞാനീ പറഞ്ഞത് ജോലി കളയണമെന്നുള്ളതല്ല. പക്ഷെ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. We don't have a time for prayer. That's the main point what I say. We are for so എല്ലാത്തിനും സമയമുണ്ട്. ഞാൻ അതേ പറയുന്നുള്ളൂ, അത് വിടരുത്. പക്ഷെ നമുക്ക് മനസ്സുണ്ടോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ കാര്യം തന്നെയാണ്. കർത്താവിന്റെ സഭയുടെ വ്യാപ്തിയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നിത്യരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടണം. സോ പ്രാർത്ഥിക്കുന്ന ഒരു സഭയെ നമുക്ക് ദർശിക്കാം.
Let us pray for that. പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നമുക്ക് 2 പേര് 3 പേര്. കോട്ടയം ഫിലദൽഫിയ സഭയിൽ ഒരു അന്നമ്മ സഹോദരി ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥന, അവര് പ്രാർത്ഥിച്ചാൽ കഞ്ഞിക്കുഴിയിൽ 1 കിലോമീറ്റർ അപ്പുറം കേൾക്കാറ്. ഓ എന്റെ പൊന്നച്ചോ, ഞാൻ വിശ്വാസി വരുന്ന ഇടയ്ക്കാണ്. എന്റെ ദൈവമേ, എന്തോ എനിക്കറിയാമെന്നല്ല, അവരുടെ ഒരു പ്രാർത്ഥന, നിങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നല്ല ദൈവമേ എന്ന് പറഞ്ഞാൽ ഓളകും. അത് കടന്നു. അവരൊക്കെ ഇരുന്ന കാലത്ത് ആത്മാക്കൾ 100 കണക്കിന് വന്നു. പ്രാർത്ഥിക്കുന്ന സഭ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പിന്നെ ജിജി വായിച്ചേ 4:17 വായിച്ചേ, റോമർ 4:17 വേഗം വായിച്ചു. യെസ്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ഒന്നുകൂടെ വായിച്ച വാക്യം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി. ഓ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ഫെയ്ത്ത്. ആമേൻ. ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ ഉണ്ട്. Praise the Lord. അതാ faith. Can you visualize 1,000 people church? ആളില്ല, പക്ഷെ ഞാൻ കാണുകയാണ്. കാണുന്നത് ഞാൻ യാതിൽ വിശ്വാസത്താൽ ഞാൻ കാണുകയാണ്. ഒരു വലിയ സഭ. വിശ്വാസത്താൽ രോഗശാന്തി ഞാൻ കാണുകയാണ്. Praise the Lord. വിശ്വാസത്താൽ ഞാൻ കാണുകയാണ്. അതാണ് അങ്ങനെയുള്ള സഭകളിലെ വലിയ പവർ വ്യാപരിക്കും. ഇത് വിശ്വാസം ഇല്ലാത്തവർ എന്നെ വ്യാപരിക്കും. ഉള്ളതിനെ ഇല്ലാത്തതിനെ പോലെ അബ്രഹാം കണ്ടെന്നല്ലേ. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം മകനുണ്ടാവും. യെസ്. നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ആ ദർശനം മകനുണ്ടാവും. നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ മകനുണ്ടാവും. ഇതുപോലെ നിന്റെ സന്തതിയാവും. യെസ്, ഐ സീ എ വിഷൻ. നീ പറ, 100 സഭയുണ്ടാവും. എന്റെ ബോണ്ട് ഇപ്പോഴും എന്റെ മുറിയിലുണ്ട്. 50 സഭ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത്. 50 പോയിട്ട് അവിടെ കടന്ന് 100 കഴിഞ്ഞ് 110 വരെ ആ പ്രദേശങ്ങളിൽ എനിക്കെല്ലാം കൂടെ ശുശ്രൂഷിക്കാൻ മേല. ഞാൻ ശുശ്രൂഷിക്കും. കാരണം എനിക്ക് അയാളുടെ ഒരു വിഷയം. ദൈവാത്മാക്കളെ തന്നു. സ്ഥലം ചുമ്മാ ഇങ്ങോട്ട് തന്നു. പണക്കാരായ ആൾക്കാരെ പണം ഇങ്ങോട്ട് തന്നു. രോഗികൾ എഴുന്നേറ്റ് പറഞ്ഞ് ആ സ്ഥലം കൊടുത്തേക്കാൻ പറഞ്ഞു. പെരുമ്പാവൂർ ടൗണിന്റെ നടുക്ക് 1/2 ഏക്കർ സ്ഥലവും 1000 പേർക്ക് ഇരിക്കാവുന്ന കെട്ടിടവും ഇന്നുണ്ടാക്കി. 138 കുടുംബങ്ങൾ അവിടെ ആരാധിക്കുന്നു. കോതമംഗലം പട്ടണത്തിൽ ആരാധിക്കുന്നു. ഇതെല്ലാം സോളിവി കിട്ടിയതാണ്. വിശ്വാസത്തിന് എഴുന്നേറ്റ് തന്ന സഹോദരി സുഖയില്ല കിടന്ന് അവരുടെ ശ്രീധരൻ കിട്ടിയ സ്ഥലമായിരുന്നു. അവരോട് പ്രത്യേകം സ്ഥലം അവരിന്ന് ജീവിച്ചിരിക്കുന്നു. പ്രത്യേകം വിശ്വാസത്താൽ കാണണം. ഇപ്പൊ ഉണ്ടോ? ഇല്ല. ഞാൻ കോട്ടയത്ത് ഇത് വരുമ്പോ ഒരു ഭാഗത്ത് വരുമ്പോൾ ഒറ്റ കുഞ്ഞിനെ അറിയില്ല. എന്നാൽ ഇന്ന് 3 പേരെ കണ്ടാൽ ഒരാൾ വിശ്വാസിയാണ്. വിശ്വാസത്താൽ നമ്മളത് കാണണം. അപ്പോ വിശ്വസിക്കുന്ന സഭ. ഇവിടെ ഏത് കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങൾക്ക് പ്രയാസം? കമ്മ്യൂണിറ്റിയെ കെട്ടാൻ നിങ്ങൾക്കുള്ള പവറുണ്ട്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും. നീ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ബന്ധിക്കപ്പെടും. കേട്ടോ? ഈ പട്ടണത്തെ ഞാൻ നിരോധിച്ചെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രൊക്ലൈം ചെയ്താൽ ബന്ധിക്കപ്പെടും. ഒരു കുഞ്ഞുവിനെ അവിടെ കയറുകയില്ല. ഈ വീടിനെ ഞാൻ നിരോധിച്ചിരിക്കുന്നു, സാത്താൻ ഇവിടെ കയറരുത്. നമ്മൾ പറയുന്നത് ഇതെങ്ങനെയാണ് ആത്മാക്കളെ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നീ പോയി യേശുവിന്റെ കാലത്ത് 25 കോടി ജനങ്ങളെ ഭൂമിയിലുള്ളൂ. ഇന്ന് 600 കോടി ജനങ്ങളുണ്ട്. ഇവരെ എങ്ങനെ മീറ്റ് ചെയ്യും? ഹൗ കാൻ യു മീറ്റ്? വീട്ടിൽ പോയി പറയുക, ട്രാക്ട് കൊടുത്ത് സാധിക്കില്ല. എന്നാൽ ഇന്ന് പ്രാർത്ഥനയുടെ ചാരി വെട്ടിയാൽ അവന്റെ വീട്ടിൽ കയറാം. നിന്നെ ഒരാൾ എതിർത്തിരിക്കട്ടെ, ഒന്നും പറയരുത്. വീട്ടിൽ പോയി മുട്ടുകുത്തി അവന് വേണ്ടി ഒരു 1/2 മണിക്കൂർ ഒരു ചാനൽ കൂടെ തുറക്കണം. പരിശുദ്ധാത്മാവിടേക്ക് ചെല്ലും. പരിശുദ്ധാത്മാവാണ് മീഡിയം. യേശു ക്രിസ്തു സർവ്വവ്യാപിയല്ലായിരുന്നു ഭൂമിയിൽ. അതുകൊണ്ടാണ് ഞാൻ ഹോളി സ്പിരിറ്റിനെ അയക്കുന്നത്. അവൻ സർവ്വവ്യാപിയാണ്. ഇലക്ട്രിസിറ്റി സർവ്വവ്യാപിയാണ്. അതുകൊണ്ട് ആ മൊബൈൽ ഇവിടുന്ന് ഞെക്കിയാൽ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത് കിട്ടുന്നത് സെക്കൻഡിനകത്ത്. ഹോളി സ്പിരിറ്റ് സർവ്വവ്യാപിയാണ്. നീ ഹോളി സ്പിരിറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അവരോട് ഇടപെടാൻ പറയും. നീ പോകരുത്. അവൻ എന്നെ ചീത്ത പറഞ്ഞു, അവനോട് ഇടപെടാൻ പറയും. 3 ആഴ്ച ഭക്തി കഴിയുമ്പോൾ കാലയിലവും വരും. അവനെ ആത്മാക്കൾ വരട്ടെ. ആ സഹോദരി രക്ഷിക്കപ്പെടണം. നിന്റെ കൂടെ താമസിക്കുന്ന ഒരു സഹോദരി
അല്ലെ ജോലി ചെയ്യുന്ന ഒരു സഹോദരി രക്ഷിക്കപ്പെടുന്നത് എനിക്കൊന്നും അറിയാൻ പറ്റില്ല, വിജയകാലത്ത് വെളിപ്പാട് ദിവസം അറിയാൻ പറ്റില്ല, ഒന്നും അറിയണ്ട. നീ പരിശുദ്ധാത്മാവിനോടൊന്ന് പറയണം, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം. തൃത്വത്തിൽ മൂന്നാമത് നിന്റെ ഉള്ളിലുണ്ട്. എനിക്ക് പറഞ്ഞാൽ സമ്മതിക്കാൻ അവൾ ഭയങ്കര. നീ തുടർച്ചയായിട്ടൊരു 3 ആഴ്ച, ഒരു 2 ആഴ്ച അവളോടൊന്ന് സംസാരിക്കാൻ ഒരു ചാനലിൽ വഴി കൊടുക്കാൻ പറ. അവിടെ മനസ്സുമാണ് ഹോളി സ്പിരിറ്റ് വിൽ ബി ആൻഡ് ഷീ വിൽ സഫർ. ആത്മാക്കൾ വരുന്നു. നീ പേഴ്സണലായിട്ട് നീ ഒരു കാര്യം ഒന്നും ചെയ്തിട്ടൊന്നുമല്ല. അത് കാര്യസ്ഥനെ ഞാൻ ലോകത്തിൽ വെച്ച് അവൻ നടത്തുന്നല്ലേ പറഞ്ഞ. നിനക്ക് സഹായിയായിട്ട് നിന്നെ കൊണ്ട് സാധ്യമല്ല. ലോകത്തെ നമ്മളെ കൊണ്ട് സാധിക്കും. ഹോളി സ്പിരിറ്റ് അതിനകത്ത്. അതിനാ നമ്മൾ രാവിലത്തെ പാട്ടിൽ വാസ്തു ഹോളി സ്പിരിറ്റിനെ ഉൾപ്പെടുത്തി വേണം പാടാൻ. ഹോളി സ്പിരിറ്റിനെ ഒരു സാധനമില്ല. വണ്ടിയുടെ ബ്രേക്ക് ഔട്ടുമ്പോഴാണല്ലോ വണ്ടി നിൽക്കുന്നത്. അതുപോലെ ഈ സവായം നിൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയുന്നത്. പരിശുദ്ധാത്മാവിന് ഒരു സാധനമില്ല. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു പാട്ടില്ല. മൂന്നാമനും സഭയെ ഇന്ന് ഭരിക്കുന്ന വികാരി പരിശുദ്ധാത്മാവല്ലേ. പരിശുദ്ധാത്മാവ് കണക്ഷൻ കട്ട് ഔട്ട് അതാവുന്നിരിക്കുന്ന കുഴപ്പം. സഭ പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയ അന്യഭാഷയെ സംസാരിക്കണം. എന്തിനാണ് സംസാരിക്കുന്നത്? പെന്തിക്കോസ്തുകാരുടെ അടയാളം അല്ല, അതിനല്ല. പെന്തിക്കോസ്തുകാരുടെ അടയാളമല്ല അന്യഭാഷ. ലോക മനുഷ്യന് ദൈവം ഒരു ഭാഷ കൊടുത്തു. അതെനിക്ക് മലയാളം. അത് KM ജോസഫ് എന്നയാള്, കല്ലൂപ്പറമ്പിൽ മാത്യു ജോസഫ് എന്നയാള് അവിടെ ജനിച്ചത് കൊണ്ടും എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പേരിൽ ജനിച്ച ആ സ്ഥലത്ത് ജനിച്ച ഒരു മനുഷ്യൻ, അത് ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ. എന്നാൽ KM ജോസഫ് എന്നൊരു ആത്മീയ മനുഷ്യനുണ്ട്. അവന് വേറെ ഭാഷ കൊടുക്കണം. അത് അന്യഭാഷ. അത് ദൈവത്തിന് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഹോട്ട് ചാനലാണ്. മനസ്സിലായോ? നിനക്ക് ദൈവവുമായിട്ട് സംസാരിക്കാനുള്ള ഹോട്ട് ലൈനാണ് ഏത്? അന്യഭാഷ. ആരും തിരിച്ചറിയുന്നില്ലെന്ന്. ഞാൻ എല്ലാവരെക്കാളും അധികം എന്ത് ചെയ്യുന്നു? മലയാളത്തിൽ അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നതിന് നല്ലതാണ് 10 മിനിറ്റ് അന്യഭാഷയിൽ സംസാരിക്കണം. അങ്ങനെ യോഗം തുടങ്ങി. നിങ്ങളൊന്നും അറിയണ്ട. അന്നേരം ആളിഞ്ഞോണ്ട് വരും. ഇവിടെ ഏതാണ് നടക്കുന്നത്? ഇങ്ങനെ ഒരു ഗേറ്റ് എന്നൊരു ചർച്ച ഞാൻ കേട്ടല്ലോ. പരിശുദ്ധാത്മാവ് ചാനൽ കൊടുത്തോളൂ ലോകം മുഴുവൻ ഇല്ലക്കം വന്നു. ഇങ്ങനെ കേട്ടല്ലോ. ഇങ്ങനൊരു സഭയുണ്ട്. പ്രാർത്ഥിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ ബിൽഡിങ്, മില്യന്റെ പ്രോജക്റ്റ്, മില്യന്റെ എല്ലാം കൊണ്ടുവന്നിരിക്കുക. ദൈവത്തിന് എന്ത് കാര്യം പറഞ്ഞില്ലേ? നിന്റെ മില്യൻ പ്രോജക്റ്റ്. Is that God expecting from you? No. ആളുകൾ കൂട്ടത്തോടെ ദൈവസഭ ജനം വരണം. വലിയ കാച്ചിങ് ആണ്. ചൂണ്ടയിടാനല്ല യേശു പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരും പോയി എന്ത് ചെയ്യണം? ചൂണ്ടയിടാനല്ല പറഞ്ഞത്, വലിയ നെറ്റിറക്കാൻ. നെറ്റിറക്കിയാൽ വരുന്നത് ഒരെണ്ണം കൂട്ടത്തോടെ വരിക. ഗോസ്പൽ നെറ്റാ ഇറക്കുന്നത്. ആ നെറ്റ് വരണേ നിങ്ങളെല്ലാം കണ്ണിയാകണം. ഇപ്പൊ എല്ലാം വിട്ടു നിൽക്കുക. എല്ലാം കണ്ണിയായി ഇറക്കണം. ഇറക്കുമ്പോൾ കിട്ടുന്ന വലിയ കാച്ചാണ്. ബിഗ് ക്യാച്ചാണ് യേശു ഉദ്ദേശിക്കുന്നത്. നോട്ട് 1 or 2. 40 കൊല്ലം ഒരു സഭയിൽ ഇരിക്കുന്ന 30 പേരുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എല്ലാവർക്കും ഒരു സന്തോഷവും ഇല്ല. ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിനക്ക് ജീവൻ ഉണ്ടാക്കുന്ന പേര് ഉണ്ടെങ്കിൽ ഈ മീൻ പിടിക്കാൻ പോകുന്നവർക്കറിയാം. ആദ്യം പിടിക്കുന്ന മീൻ കൂടെയുടെ അടി പോകും. വെളുപ്പാങ്കാലത്ത് പിടിക്കുന്ന ഒടുവിൽ കിടക്കും. അപ്പൊ കുടഞ്ഞിടുമ്പോൾ ആദ്യം പിടിച്ചതെല്ലാം ഒന്ന് വാലിട്ട് ഇളക്കും. ആദ്യം പിടിച്ച മീനെല്ലാം ചത്ത അടിഞ്ഞ് ഒരെണ്ണത്തിന് ജീവനില്ല. അത് സന്ധിക്ക് പിടിച്ചത്. ഇതുപോലെ അവയിലും കുറെ പേര് സന്ധിക്ക് പിടിച്ചതെല്ലാം ഉണ്ട്, ജീവനില്ല. ഞാനിപ്പോ ഇവിടെ ജിജി ഇതുകൂടെ വായിച്ച വിശ്വാസത്തിന്റെ സഭ. പിന്നെ 1 കൊരിന്ത്യർ 1:10 വേഗം ഒന്ന് വായിച്ചേ. ഏത് സഭയെ നീ കാണണം? 1 കൊരിന്ത്യർ 1:10 വേഗം ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. യൂണിറ്റിയുള്ള സഭ, യൂണിറ്റിയുള്ള സഭ, ദർശനമുള്ള സഭ,
പ്രാർത്ഥിക്കുന്ന സഭ, വിശ്വാസമുള്ള സഭ, പിന്നെ യൂണിറ്റിയുള്ള സഭ. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് സംസാരിക്കണം. നമ്മുടെ മാനസാന്തരം അറിയണം. ജനറൽ ബോഡി കൂടുമ്പോൾ അറിയാം. പല സഭകളിലും ജനറൽ ബോഡി കൂടുമ്പോൾ അറിയാം മാനസാന്തരത്തിന്റെ ശക്തി. ഭിന്നതയില്ലാത്ത ഒരു ഐക്യതയോടെ നിൽക്കുന്നവർക്ക് മാത്രമേ സാധാരണമായിട്ട് പോരാടാൻ കഴിയുള്ളൂ. ഒക്കെ we need cooperation. Divided we fall and united we stand. Praise the Lord. അടുത്തത് പ്രവൃത്തി 4:30 വായിച്ചേ. വേഗം വായിച്ചേ. ഏത് തരത്തിലുള്ള സഭ? what type of church you are expecting? സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കണം മോനെ സഭയില്. ഇത് വെറുതെ ബ്രദറൻ സഭയായിട്ട് വന്നേച്ച് പോകുന്നുണ്ട് ഒരു ഗുണമില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗം ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ ചെന്നാലും കേൾക്കാം. മനസ്സിലായോ? ബാപ്റ്റിസ്റ്റുകാരുടെ ഇടയിൽ ഇതിലും നല്ല പ്രസംഗം കിട്ടും. അവിടെ ആ പുസ്തകങ്ങൾ കൂടുതലുള്ളത്. ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല. പെന്തിക്കോസ്ത് സഭയാ ഉദ്ദേശിക്കുന്നത്. അത്ഭുതങ്ങളും എനിക്ക് അത്ഭുതം നടക്കാൻ ഞാൻ വിശുദ്ധനാണോ? നിന്റെ ശക്തി കൊണ്ട് അല്ലതാ കുഞ്ഞെ. നീ അടയാളം നടത്തുന്ന വിശ്വാസമുണ്ടോ? ഇവിടെ അടയാളം നടക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നടന്നു. അത് നിന്റെ വിശുദ്ധി കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയുടെ അവയവവുമാണ്. അത്ഭുതം ദൈവം സഭയ്ക്ക് വെച്ചിരിക്കുന്ന ലിംസാണ്. അടയാളങ്ങളും രോഷാദി ആളുകൾ ജനം വരാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയാണ്. സൂര്യയുടെ പ്രസംഗം തന്നെയല്ല. മനസ്സിലായോ? സൂര്യയുടെ പ്രസംഗം തന്നെയല്ല ആളുകൾ വരുന്നത്. അടയാളങ്ങളാലും ജനം പേടിച്ചു പോയി. യേശുവിന്റെ കൂടെ ജനം കൂടിയത് പ്രസംഗം കൊണ്ടല്ല. ആണോ? അല്ല, മരിച്ചവരെ ഉയർപ്പിച്ചോ. എന്റെ പൊന്നെ ചെയ്ത ആരാ? കടലിനെ ശാന്തമാക്കിയവൻ, വെള്ളത്തെ വീയാക്കിയവൻ, അതെ 5 അപ്പം കൊണ്ട് 5000. യേശുവിന്റെ അടയാളങ്ങൾ കണ്ടത് ഞാൻ പേടിച്ചു പോയി. യേശു ചെയ്ത അത്ഭുതങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയാൽ ഒക്കെ സാധിക്കില്ലായിരുന്നത്. യോഹന്നാൻ 7 കാര്യം പറഞ്ഞിട്ടുണ്ട്. യേശുവിന് എല്ലാത്തിനും മേൽ അധികാരമുണ്ട്. ഇന്ന് കർത്താവിന്റെ അത്ഭുതം ചെയ്യാൻ കഴിയും. You expect a miracle every day, and you expect a miracle when you pray. ഒരു അത്ഭുതം നടക്കണം. ഒരു അത്ഭുതം നടക്കണം എന്ന് നീ പറ. നീ വിശ്വസിക്കാതെ എങ്ങനെ വരും? ചോദിക്കാതെ എങ്ങനെ കിട്ടും? അത്ഭുതം നടക്കുന്ന സഭ, അടയാളങ്ങൾ നടക്കുന്ന സഭ, ഭിന്നതയില്ലാത്ത സഭ, വിശ്വാസമുള്ള സഭ, സഭ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. മാർക്കോസ് 16:20. പ്ലീസ് മാർക്ക് 16:20. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. അവർ പുറപ്പെട്ട് സൗകര്യമുള്ളിടത്ത് പ്രസംഗിച്ചതല്ല. അവർ പുറപ്പെട്ട് എല്ലായിടത്തും. ടെസ്റ്റ് പേജിനുണ്ടോ? കർത്താവിന്റെ സ്തോത്രം. ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ ഷിപ്പിൽ ബോംബെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബെ ആയിരുന്നു. എൻ്റെ സ്വന്തം കാശ് മുടക്കി ചുമ്മാ കിടക്കുന്നവനെ എല്ലാം ഞാൻ വണ്ടിയെ കയറ്റി യോഗത്തിൽ കൊണ്ടുപോകും. അത് കാശ് ചെലവാക്കുന്നത് ഞാനാ. എൻ്റെ അപ്പൻ എന്നോട് ഒരിക്കൽ എൻ്റെ ഫാദർ ചോദിച്ചാൽ അത് നിനക്ക് ശമ്പളമൊന്നും കിട്ടുന്നില്ല. വീട്ടിൽ ചെല്ലുമ്പോഴേ എന്നോട് ചോദിച്ചിരിക്കും നിനക്ക് ശമ്പളമൊന്നും കിട്ടുന്നില്ല. പക്ഷേ എൻ്റെ ധാരണ അന്ന് 10 പേരെ കൂടണം. അതിന് സെലക്ഷോമി കിടക്കുന്നവരെല്ലാം വണ്ടിയെ കയറ്റി ബീച്ച് സ്റ്റേഷനിൽ വന്ന് അവിടെയുള്ള ആരാധന കൂടി ഉച്ചയ്ക്ക് ഒരു ശാപ്പാട് കൊടുത്താൽ വിടുന്നത്. ഞാൻ മാസ്റ്ററല്ല, എന്നാൽ 100 കണക്കിന് ആളുകൾ സ്നാനം. നമ്മുടെ എരിവ് മറ്റുള്ളവർ കാണണം, നമ്മുടെ തീഷ്ണത മറ്റുള്ളവർ കാണണം. ഞാൻ ഇന്നും പറയുന്നത്, ഞാൻ പറഞ്ഞ എല്ലായിടത്തും സഞ്ചരിച്ചു. പ്രവേശിക്കപ്പെട്ടതാണ് നീ പറ. അവിടെ ഒരു പക്ഷേ ആത്മഹത്യക്കായിരിക്കും ഒരുമിയിരിക്കുന്നത്. ഒരു മാസഡോണിയൻ കോൾ എപ്പോഴും കൊണ്ട് കടന്നു സഹായിക്കും. ഒരു യെരൂശലേം നിനക്കുണ്ട്, ഒരു യഹൂദിയ നിനക്കുണ്ട്, ഒരു ശമറിയ ഉണ്ട്, ഒരു ഭൂമിയുടെ അറ്റവും. യെരൂശലേം നീ താമസിക്കുന്ന സ്ഥലമാണ്. ഹിക്സിലായിരിക്കും നീ താമസിക്കുന്ന സ്ഥലം. അവിടെയാണ് നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. അല്ല, ഒരു യഹൂദിയ ഉണ്ട്, അതിന്റെ സ്വന്തക്കാരായിരിക്കും, ഹൂഷരായിരിക്കും. അല്ല, ശമറിയ ശത്രുക്കളായിരിക്കാം. ബട്ട് യു ഹാവ് ടു പ്രീച്ച്.
കോതമംഗലം പട്ടണത്തിൽ വിശ്വാസികളെ മുഴുവൻ ഇറക്കി ഒരു ഒറ്റ ജാഥ ഞാൻ നടത്തി. ഈ കവറിന്റെ ശക്തി നമ്മുടെ മേലേക്ക് അവിടെ തടസ്സമാണ്. ബാബായുടെ കവറാണ്, അതിന് അന്ധകാര ശക്തിയാണ്. ഞങ്ങളതിന്റെ പട്ടണം നടന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പട്ടണത്തെ അവകാശപ്പെട്ടു. ഓളം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ആ സ്ഥലത്ത് എത്തുന്നു. ബാബ പിന്നെ അനങ്ങിയിട്ടില്ല കേട്ടോ, പ്രാർത്ഥിച്ചു. യെസ്, എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം? ഹൈവേസ് ആൻഡ് ബൈവേസ് ഗോ. ഒരാളെ കണ്ട നീ പ്രസംഗിക്കണ്ട, പാസ്റ്റർ അവിടെ ഒരാളുണ്ട്, അവിടെ നിന്ന് പോയി പ്രാർത്ഥിക്കണം കേട്ടോ, പാസ്റ്റർക്ക് ഒരു ചാൻസ് കൊടുക്കും, അല്ലെ നീ സഹായത്തിന് വിളിച്ചുകൊണ്ട് പോവാ, അല്ലെ നീ ഒരു കാപ്പി മേടിച്ചു കൊടുക്കുക, അല്ലെ അതിന് ഫുഡിന് വിളിക്കുക, എന്തെങ്കിലും ഒരു സോഷ്യലായി എന്തെങ്കിലും ചെയ്യേ. വാ എൻ്റെ കൂടെ ഹോട്ടലിൽ വാ. കഴിഞ്ഞ ദിവസം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ ഒരു സഹോദരനെ ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പുള്ളി ഇന്ത്യൻസിൻ്റെ പ്രവർത്തനക്കാരനാണ്. ആ ലേഡി ഞങ്ങളെ സെർവ് ചെയ്ത സ്ത്രീക്ക് ഒരു ബൈബിൾ നാഷണൽ എടുത്തു കൊടുത്തു. ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഓ ക്രൈസ്തവോടെ അവൾ വിശ്വാസിയാണ്. ഓ ഐശി. ആ എൻ്റെ വാസുവിൻ്റെ ഹൃദയം വലിയ സന്തോഷം കൊണ്ട് നടന്നു. ആ ക്രൈസ്തവോ ഒരു ബൈബിള് ഇതുണ്ടോ എന്ന് ചോദിച്ചു. നിനക്കൊരു ചെറിയ ബൈബിൾ മേടിച്ചു കൂടെ കൊടുക്കാൻ മേലെ നീ ഇരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും either a tract or a Bible or a word you have to utter. നിന്റെ സമയം ടിക് ടിക് പോയിക്കൊണ്ടിരിക്കുക. വരുന്ന ആഴ്ച ചിലപ്പോൾ ഇവിടെ കാണുകയില്ല കേട്ടോ. നമുക്ക് ഷുവർട്ടി ഒന്നുമില്ലല്ലോ. പേടിക്കൊന്നും വേണ്ട, നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഇവിടെ നമുക്ക് ഷുവർട്ടി ഒന്നുമില്ല. ഇവിടെ ഗ്രൗണ്ടിൽ നിന്ന് മണ്ണ് പോയിക്കൊണ്ടിരിക്കുക. ടൈം റണ്ണിംഗ് ലൈക്ക് എനിതിങ്. ഹല്ലേലൂയ. എല്ലായിടത്തും പ്രസംഗിച്ചു. അടുത്ത ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ 4:19 വായിച്ചേ, വേഗം വായിച്ചേ. ബുദ്ധിമുട്ട് തീർക്കുന്ന സഭ സാമ്പത്തികമായി നല്ല ഉയർച്ചയുള്ള സഭയാണ്. എന്റെ ദൈവമോ നിങ്ങളെ എന്നും ദരിദ്രവാസിത്തരവും പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാശില്ലേ 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 കാശില്ലേ. നിന്റെ ദൈവം ഒരു ദരിദ്രവാസിയാണ്. 10 പേരുള്ള നോർവേയിൽ ഞാൻ ഒരിക്കലും എൻ്റെ നോർവേയിലുണ്ട്. 10 മീൻപിടുത്തക്കാരുള്ള ഒരു മീറ്റിംഗ് ഞാൻ പോയി. എന്നെ വിളിച്ചു. അവർക്ക് കപ്പലുണ്ട്, ഈ ഷിപ്പിംഗ്, അവിടെ ഷിപ്പിൽ പോയി മീൻ പിടിക്കുന്നവരാണ്. 10 പേരേ ഉള്ളൂ. വലിയ യോഗ ഒരു പള്ളിയിൽ വിളിച്ചാൽ എനിക്ക് തന്ന് 50,000 രൂപ. വന്നവരെല്ലാം കൂടെ അവരെല്ലാം വാരിയിടുന്നത്. ചുമ്മാ എല്ലാവരുടെയൊക്കെ രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. നീ ഇന്ന് ദാരിദ്ര്യവും പട്ടിണിയായിരിക്കുന്നത് നീ പിശിക്കണം, കൂട്ടിക്കുകയും ദൈവമായിരിക്കും കൊടുക്കാൻ പറഞ്ഞാൽ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. 10 രൂപയും 100 രൂപ കൊണ്ട് തമ്മിലൊരു വഴക്കുണ്ടായി. 10 രൂപ പറഞ്ഞ് ഞാനാ വലിയ വേണം, 100 രൂപ പറഞ്ഞ് ഞാനാ വലിയ വേണം. തർക്കത്തിന് അവസാനം ഇല്ലാതെ വന്നപ്പോൾ 100 രൂപ പറഞ്ഞ് ഞാനാണ് ഇവിടെ പള്ളി മേടിക്കുന്നത്, ബസ് മേടിക്കുന്നതെല്ലാം ഞാനാന്ന് പറഞ്ഞു. അപ്പൊ 10 രൂപ കൂടി പറഞ്ഞു സംഗതി ശരിയാണ്. സ്വോത്രകാഴ്ച പാത്രത്തെ ഞാനാ പോകുന്നത്, ദൈവം പോകുന്നിടത്തെല്ലാം ഞാനാ പോകുന്നത്. 10 രൂപ എന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കരുത്. ഒരിക്കലും 5 രൂപ തീരെ താഴ്ന്ന ചില്ലറ ഇടാനും ഒന്നും പഠിപ്പിക്കരുത്. Let them see big. Let them see big. Big amount. നീയാണല്ലോ പറഞ്ഞത്. നീ ലോഹമായി വിതയ്ക്കുന്നവൻ ഹാർവസ്റ്റില്ല നിന്റെ കാരണം കൊടുക്കുക, കർത്താവിന് കൊടുക്കുക. അപ്പൊ ഇവിടെ ബുദ്ധിമുട്ട് എന്റെ ദൈവമോ. ഈ നാട്ടിലൊരു രീതിയുണ്ട്, കോള് പണിയ ഉടനെ ഗൾഫിലേക്ക് കഴിച്ച ഉടനെ അമേരിക്കയിലേക്ക് ആയിരിക്കും. എടാ നിന്റെ വീട്ടിൽ എന്തുമാത്രം രൂപ ഉണ്ട് അതെടുക്കുക. ബുദ്ധിമുട്ടില്ലാത്ത സഭ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. 1 Corinthians 3:9 വായിച്ച് അവസാനിപ്പിക്കാം. 1 Corinthians 3:9. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഞങ്ങൾ ദൈവത്തിന്റെ ഇംഗ്ലീഷ് വായിച്ചേ. We are laborers. One side God and one side you. We are co-workers. You see, bring God in you. ദൈവം നമ്മുടെ പാർട്ട്ണറാണ്. അങ്ങനെ but God is your partner. Everything is there. അതുകൊണ്ട് വലിയ സഭകളെ ദർശിക്കാം, കൊടുക്കുന്ന ദർശിക്കാം, പ്രാർത്ഥന ദർശിക്കാം, അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ നീ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അത് സഭയിൽ സംഭവിക്കും. യു ആർ നോട്ട് എക്സ്പെക്ടിങ്. കർത്താവ് ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്യണം പറ. അത് പറയില്ല.
ഈ സഭയിൽ എന്ത് നടക്കണം ഞായറാഴ്ച, അതൊന്നും പറയരുത്. വന്നുപോയി, അതല്ല പറഞ്ഞത്. Are you expecting a miracle? Are you expecting a healing here? Are you expecting some sorts of things here? Somebody is going to be added in the church. Some baptism here. Are you expecting this here in 2016? ഞാൻ ഇതെല്ലാം എൻ്റെ പ്രാർത്ഥനാ ബുക്കാണ്. ഇതിനകത്ത് എൻ്റെ ആവശ്യങ്ങളും ഞാൻ സാധിക്കേണ്ട കാര്യങ്ങളും സഭകളുടെ കാര്യങ്ങളും എല്ലാം എഴുതും. ഇത് വെച്ച് വായിക്കുക, ചുമ്മാ ഇത് നമ്മുടെ ചുമ്മാ പ്രാർത്ഥിക്കുക. ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. ചോദിപ്പിന് എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം വെച്ചാൽ പിന്നീട് ഒരിക്കൽ കാണാം.